ശബരിമല സന്നിധാനത്തെ തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നത്. മണ്ഡല മകരമാസ പൂജകൾക്കായി നട തുറന്ന ഈ സമയത്ത് ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയ വിമർശനം. മണിക്കൂറുകൾ ക്യൂ നിന്ന് ഭക്തർ തളർന്നു വീഴുന്നതും ഭക്തർ തളർന്നു വീണ് മരിക്കുന്നതും ശബരിമലയിൽ നിന്ന് വാർത്തയായി പുറത്തു വരികയാണ്. ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ കഴിയാത്ത മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ തന്നെയാണ് ഈ വിഷയത്തിൽ കുറ്റക്കാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് വൃശ്ചികം 1 നട തുറക്കുമ്പോൾ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന കാര്യം മറന്നുപോയതാണോ എന്നാണ് ഭക്തർ ചോദിക്കുന്നത്. കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തു നിന്നും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയാതെ പന്തളത്തെത്തി അയ്യപ്പ മുദ്രയുള്ള മാല ഊരി തിരികെ മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 15-20 മണിക്കൂർ വരുന്ന അയ്യപ്പരെ കാണാൻ കഴിയാതെ ഭക്തർ നിരാശരായി മടങ്ങുന്നതിനും ശബരിമല സന്നിധാനം കാഴ്ചയാവുകയാണ്. സംസ്ഥാന പോലീസിന് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ NDRF സംഘത്തെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോൾ ശബരിമലയിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നടക്കം NDRF സംഘം ഇതിനകം ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഭക്തർ കൂട്ടമായി എത്തിയാൽ എന്തു ചെയ്യും എന്നറിയാതെ ഉഴലുകയാണ് ദേവസ്വം ബോർഡ്. പുതുതായി ചുമതലയേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ അല്ല ഇതിൽ ഉത്തരവാദി എന്നതിൽ തർക്കമില്ല. കാരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തും അല്ലാതെയും ആളുകൾ ശബരിമലയിൽ എത്തുന്നുണ്ട്. ഇവർക്കൊന്നും വരി നിൽക്കാതെ അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കാതെ അയ്യപ്പനെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. 1 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് പ്രതിദിനം ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും ഒരുക്കി നൽകിയിട്ടില്ല. 18-ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും അടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ തിരക്കിൽ ഭക്തർ വഴിതെറ്റി പോകുന്നതും കുഴഞ്ഞു വീഴുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ആവശ്യമായ മുൻകരുതലുകളും മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. പോലീസുകാരുടെ പരിചയക്കുറവും തിരക്ക് വർദ്ധിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം 80-നും 85-നും ഇടയിൽ അയ്യപ്പ ഭക്തരായിരുന്നു കഴിഞ്ഞ സമയങ്ങളിലെല്ലാം 18-ാം പടി കയറിയത്. എന്നാൽ ഇപ്പോൾ അത്ര വേഗത്തിൽ 18-ാം പടി കയറ്റാൻ കഴിയുന്നില്ല. 18-ാം പടിക്ക് ഇരുവശവും നിൽക്കുന്ന പോലീസുകാരുടെ പരിചയക്കുറവ് ഇതിനൊരു കാരണമായി മാറുന്നുണ്ട്. എന്തായാലും ശബരിമല സന്നിധാനത്തെ ഇത് തിരക്കുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഉയരുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ മാത്രമല്ല ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സർക്കാർ പരാജയമായി മാറിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. എന്തായാലും വരും ദിവസങ്ങളിലും കനത്ത തിരക്ക് ഭക്തജന തിരക്ക് തന്നെയാണ് ശബരിമലയിൽ തുടരാൻ സാധ്യതയുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകിയിട്ടില്ലെങ്കിൽ വലിയ ഒരു ദുരന്തത്തിന് ശബരിമല സന്നിധാനം സാക്ഷിയാകും. അത്തരമൊരു ദുരന്തം ഇല്ലാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നേരത്തെ പുൽമേട് ദുരന്തം നമ്മുടെ കൺമുന്നിൽ ഉണ്ട്. നമ്മൾ ആരും മറന്നിട്ടില്ല. പുൽമേട്ടിൽ നിരവധിയായ ഭക്തർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവരുതേ എന്ന് മാത്രമാണ് അയ്യപ്പനോട് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാനും ആ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്താനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും തയ്യാറാകണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകണം. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിർണായകമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും വേണം. എന്തായാലും സന്നിധാന തിരക്കിൽ അമർന്നിരിക്കുന്നു. മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും ദർശനം കിട്ടാതെ ഭക്തർ ശബരിമല സന്നിധാനത്ത് നിന്ന് തിരികെ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിലെങ്കിലും ഇതിനൊരു പോംവഴി ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിനൊരു അറുതി ഉണ്ടായി എല്ലാവർക്കും സുഖകരമായ ദർശനം ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നു.